ഇറ്റ്സ് മീ ജുവാന. അപ്പം നമ്മൾ ചിതൽപ്പുറ്റുകളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ചിതലിങ്ങനെ ഉണ്ടാക്കിയത്, അതിൻ്റെ ഉള്ളിൽ നിറച്ചും ചിതലായിരിക്കും. അപ്പോൾ ചിതൽപ്പുറ്റുകളാണ് ഈ കാണുന്നത്. ഇത് കുഞ്ഞു 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 പുറ്റുകളാട്ടോ. ഉണ്ടോ? ചിതൽപ്പുറ്റെന്നാണ് ഇതിന് പറയുന്നത്. ചിതലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഓരോ നാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വലിയ ചിതൽപ്പുറ്റുണ്ട് കേട്ടോ. അത്രയും വലിയ ചിതൽപ്പുറ്റുകളൊക്കെ ചില സ്ഥലത്ത് നമ്മൾ കാണലുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ ചിതൽപ്പുറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് കൂണുണ്ടാകുന്നു. അപ്പം മഴക്കാലത്ത് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പാവക്കൂണൊക്കെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിതൽപ്പുറ്റിൻ്റെ കഥ പറഞ്ഞാൽ പണ്ട് ച്യവന മഹർഷി ചിതൽപ്പുറ്റിൻ്റെ ഉള്ളിൽ തപസ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പം പിന്നെ സുകന്യ എന്ന് പറഞ്ഞ് രാജകുമാരി അതിലൂടെ വന്നപ്പോൾ പുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ രണ്ട് മിന്നാമിനുങ്ങൾ പോലെ പിന്നെ തിളങ്ങി. അപ്പോൾ അതെന്താന്ന് ഒരു കോലെടുത്തിങ്ങനെ കുത്തി നോക്കിയപ്പം ച്യവന മഹർഷീൻ്റെ കണ്ണുകളായിരുന്നു, രണ്ട് കണ്ണുകളായിരുന്നു മിന്നാമിനുങ്ങ് പോലെ തിളങ്ങിയത്. എന്നിട്ട് അങ്ങനെ എന്താ പറയുക, ച്യവന മഹർഷി അയ്യോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു. അപ്പോഴേയും പിന്നെ രാജകുമാരി പേടിച്ചു പോയി. അയ്യോ ഒരു മഹർഷി ആയിരുന്നല്ലോ ഇവിടെ പിന്നെ ഇങ്ങനെ തപസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, സുകന്യയ്ക്ക് പേടിയായി. എന്നിട്ട് വീട്ടിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ച്യവന മഹർഷീൻ്റെ അടുത്ത് മഹർഷീനെ ആണല്ലോ ഇങ്ങനെ കണ്ണുകുത്തി പിടിച്ചിട്ട് പോയത്. മഹർഷീനോട് ചോദിച്ചപ്പോൾ മഹർഷി എന്താ പറഞ്ഞതെന്നറിയോ? അതിൻ്റെ പരിഹാരമായിട്ട് സുകന്യ എന്ന് പറഞ്ഞ രാജകുമാരിനെ വിവാഹം കഴിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പകരമായിട്ട് വേറെ ശപിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ അപ്പം എന്താ പറയുക സുകന്യ അതിൻ്റെ അച്ഛനെ ചെയ്ത തെറ്റ് അറിയാതെ പോയ തെറ്റാണല്ലോ. അപ്പം എന്നാലും ഒരച്ഛനങ്ങനെ അങ്ങനെ മകളെ കൊടുക്കാൻ പറ്റില്ല. പക്ഷേ മഹർഷി ശപിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ മഹർഷീൻ്റെ കണ്ണ് പൊട്ടിച്ചത് അവിടെ ഒരു തെറ്റായിപ്പോയില്ലേ. പക്ഷെ അറിയാതെയാണ് ചെയ്തത് എങ്കിലും അത് അവിടെ ഒരു തെറ്റായിപ്പോയില്ലേ. അപ്പോൾ അങ്ങനെ അത് ഏറ്റെടുക്കുകയും ചെയ്തു. പ്രായശ്ചിത്തമായിട്ട് അങ്ങനെ ആ ച്യവന മഹർഷീൻ്റെ ഭാര്യയായി കുറേ കാലം കഴിഞ്ഞപ്പം പിന്നെ ച്യവന മഹർഷി നല്ല എന്താ പറയുക വരമൊക്കെ മേടിച്ച് നല്ലൊരു യുവാവായി മാറി എന്നൊക്കെയാണ് പറയുന്നത് കഥകളിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ പുറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ച്യവന മഹർഷീൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പോൾ കണ്ട് ചെറിയ ചെറിയ പുറ്റുകളാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ വലിയ പുറ്റുകളുണ്ട്, നല്ല കുഞ്ഞു കുഞ്ഞു പല രൂപങ്ങളിലായിട്ട് ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇവിടെ പാമ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ പാമ്പും പൊത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പാമ്പിൻ്റെ പൊത്തൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടോ പാമ്പിൻ്റെ പൊത്തൊക്കെ ഉണ്ട്. പാമ്പായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അയ്യോ ഇല്ലില്ല, ഞങ്ങൾ കാണിച്ചു തന്നാ കേട്ടോ. അപ്പം നമുക്ക് അപ്പോൾ ഇവിടെ ഒരു രാജകൊട്ടാരം പോലെ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. രാജകൊട്ടാരം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ശരിക്കും കൊട്ടാരവാതിൽ പോലെയല്ലേ. ഇത് മരത്തിൻ്റെ ഒരു മരം വെട്ടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഇത് വന്നേക്കുന്നുണ്ടോ, നല്ല രസമുണ്ടല്ലേ ഇത് കാണാൻ.